ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത് ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയും ശിവസേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 24 മുതൽ 28 വരെ നടക്കുന്ന ഗണേശ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അജയകുമാർ ജ്യോതിർഗമയ, ട്രസ്റ്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് ഇരുമ്പിൽ വിജയൻ, ട്രസ്റ്റ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ആറ്റുകാൽ തമ്പി, ട്രസ്റ്റ് കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ രാധാകൃഷ്ണൻ ഓർബിറ്റൽ എന്നിവരാണ് പത്രസമ്മേളനം നടക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് കമ്മിറ്റിയുടെ വിഗ്രഹ പ്രതിഷ്ഠ 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:15 വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠ നടത്തുന്നത്. നമ്മൾ സിംബോളിക്കായിട്ട് പ്രതിഷ്ഠയുടെ ഉദ്ഘാടന കർമ്മം തമ്പാനൂർ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിൽ വെച്ചാണ് നടത്തുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറാണ് അവിടെ മിഴി തുറക്കൽ ചടങ്ങ് നടത്തുന്നത്. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മുടെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആൻ്റണി രാജു, പന്തളം സുധാകരൻ, മുൻ മന്ത്രി പന്തളം സുധാകരൻ, ശിവകുമാർ, മുൻ മന്ത്രി ശിവകുമാർ തുടങ്ങിയ മറിയ ഉമ്മൻ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. ഈ വർഷം വളരെ വിപുലമായ, എല്ലാ വർഷവും വിപുലമായ പരിപാടികളോടാണ് നമ്മൾ പരിപാടികൾ നടത്തുന്നത്. ഈ ഗണേശോത്സവത്തിൻ്റെ ഐതിഹാസികമായ ഒരു പ്രാധാന്യമുണ്ട്. അത് ചരിത്രാതീത കാലം മുതൽ, അല്ലെങ്കിൽ വേദാതീത കാലം മുതലേ തന്നെ ആരംഭിച്ചാണ്. ഗണേശനെ ഭജിച്ചാൽ ഗണേശൻ കന്നിമൂല ഗണപതി അല്ലെങ്കിൽ ആദിമൂല ഗണപതി എന്നറിയപ്പെടുന്ന ഗണേശൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടുള്ളതല്ല. സൃഷ്ടിക്ക് മുൻപേ ഗണേശൻ ഉണ്ടായിരുന്നു. ആ ഗണേശൻ്റെ പല ഇൻകാർണേഷൻ അവതാരങ്ങളാണ് നമ്മുടെ ഗണപതിയും, സിംഹാരൂഢനായ ഗണപതി, ഗണേശൻ തുടങ്ങിയ അവതാരങ്ങൾ. ആദ്യത്തെ നമ്മുടെ യുഗത്തിൽ, സത്യയുഗത്തിൽ അതിഥി കശ്യപ ദമ്പതികൾക്കാണ് ഗണേശ ഭഗവാൻ പിറന്നത്. അതിനുശേഷം ദ്വാപരയുഗത്തിൽ, ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനും ഇടയിലുള്ള സമയത്ത് ശിവൻ്റെ പുത്രനായി, ശിവപുത്രനായി പാർവതിയുടെ ഉള്ളിൽ ഗണേശ ഭഗവാൻ പുനർജനിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ ധൂമ്രകേതു എന്ന പേരിൽ ഈ യുഗത്തിലും ഗണേശ ഭഗവാൻ പുനർഗമിക്കുന്നു എന്നാണ് ഐതിഹ്യം. പക്ഷെ ഗണേശ ഭഗവാനെ ഭജിച്ചാൽ നമ്മുടെ സർവ്വ വിഘ്നങ്ങളും മാറി നമുക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നും ശുദ്ധിയും യുക്തിയും ധൈര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു വലിയ ഈശ്വര സന്ദേശമാണ് ഗണേശ ഭഗവാൻ. ഇതിൻ്റെ ഐതിഹ്യമായ പ്രാധാന്യം. ഇനി ചരിത്രപരമായ ഒരു പ്രാധാന്യം ഈ ഗണേശ ഉത്സവത്തിനുണ്ട്. അതായത് AD 1872 ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഗണേശോത്സവം കൊണ്ടാടി. ഗണേശ ഭഗവാനെ മുൻനിർത്തി ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ എല്ലാ വർഷവും തീരുമാനിക്കുകയും അത് ഗണേശ ചതുർത്ഥി മുതൽ ചതുർദശി വരുന്ന 10 ദിവസം ബ്രിട്ടീഷുകാരുടെ ധീരമായ പോരാട്ടം നടത്തുകയും ചെയ്ത ഒരു സന്ദർഭവും കൂടി ഈ മോഡേൺ യുഗത്തിലുണ്ട്. അതായത് 200 വർഷങ്ങൾക്ക് 1872 ആ സമയത്താണ് അന്ന് ആദ്യത്തെ സാർവജനിക ഗണേശ ഉത്സവം എന്ന നാമത്തിൽ ആ ഉത്സവം കൊണ്ടാടിയത്. അപ്പം ചരിത്ര പ്രാധാന്യവും ഐതിഹ്യമായ അല്ലെങ്കിൽ പൗരാണികമായ അല്ലെങ്കിൽ നമ്മുടെ വേദാതീതമായ എല്ലാ പ്രാധാന്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ ചടങ്ങാണ് ഗണേശൻ. ഗണേശനാണ് ഇന്ന് ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവം ഗണേശനാണ്. ശിവനും വിഷ്ണുവും ബ്രഹ്മാവുമൊക്കെ ഗണേശ ഭഗവാനെ
ആദരിച്ചതായി, പ്രാർത്ഥിച്ചതായി, യുദ്ധത്തിന് മുന്നോടിയായിട്ടും മറ്റും പ്രാർത്ഥിച്ചതായി നമുക്ക് പുരാണങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഈ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും നമ്മുടെ പഞ്ചശുദ്ധി വരുത്തുക എന്ന ഉദ്ദേശത്തിൽ. പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ ഭൂമി, അഗ്നി, വായു, ജലം, നമ്മുടെ പരിസരം, ചുറ്റുപാട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ശുദ്ധീകരിക്കുന്ന, അന്തരീക്ഷം ശുദ്ധീകരിക്കണം, വെള്ളത്തെ ശുദ്ധീകരിക്കണം, ഈ പറഞ്ഞ എല്ലാ ശുദ്ധികളും, ഭൂമിയെ ശുദ്ധീകരിക്കണം. ഈ ശുദ്ധികൾ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഗണേശോത്സവം നമ്മൾ ആരാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സിലും ഈ മനുഷ്യൻ നിർമ്മിച്ചത് ഈ പഞ്ചലോഹങ്ങളെ കൊണ്ടാണ്. ഈ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനുഷ്യൻ്റെ ഉള്ളിലും ശുദ്ധി വരുത്താൻ, മനുഷ്യൻ്റെ മനസ്സിലും ശുദ്ധി വരുത്താൻ, മസ്തിഷ്കത്തിൽ ശുദ്ധി വരുത്താൻ, അതായത് ബുദ്ധിഭ്രമം സംഭവിക്കാതിരിക്കാൻ എല്ലാം വേണ്ടി ഗണേശ ഭഗവാനെ നമ്മൾ സമർപ്പിക്കുന്ന ഒരു ദിനമാണ്. ആ ദിനങ്ങളാണ് ഈ വരുന്ന ദിനങ്ങൾ. അത് 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളമെമ്പാടും ഇത് ആഘോഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 500-ൽ പരം വിഗ്രഹങ്ങൾ ആരാധിക്കുകയും ആ വിഗ്രഹങ്ങൾ ഈ മാസം 28-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5 മണി തൊട്ട് ഘോഷയാത്രയായി നമ്മുടെ ശംഖുമുഖം കടൽപ്പുറത്ത് നിമജ്ജനം ചെയ്യുകയും ചെയ്യുന്നു. ഘോഷയാത്രയുടെ ഉദ്ഘാടനമാണ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, നമ്മുടെ പുരാവസ്തു വകുപ്പ് മന്ത്രി, ബഹുമാന്യ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് അതോടനുബന്ധിച്ച് ശ്രീ കെ എം മുരളീധരൻ, ശ്രീ സ്വാമി അശ്വതി തിരുനാൾ, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ DCP ശ്രീ ബി ബാലൻ IPS, കെ മുരളീധരൻ, പ്രശസ്ത സംവിധായകൻ തുളസിദാസ്, തുടങ്ങിയ വിവിധ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ നമ്മുടെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഘോഷം ഒരു മഹത്തരമായ ഒരു അനുഭവമാക്കി മാറ്റി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ സഹായവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.